പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. പൗലോസ് എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ശിഷ്യന്മാർ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു, ശക്തിപ്പെടുന്നു. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും ചേർന്നാണ്. ഉള്ളിലൊരു മനുഷ്യനുണ്ട്, ബാഹ്യ സന്തോഷവും ആന്തരിക സന്തോഷവും. ഈ ആന്തരിക വ്യക്തിത്വം അനുദിനം ശക്തിപ്പെടുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. 18-ാം വാക്യം, ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് എന്ന ലക്ഷ്യം. അപ്പോൾ ആന്തരിക വ്യക്തിത്വത്തിലുള്ളത് അദൃശ്യമായ കാര്യങ്ങളാണ്, ദൈവിക കാര്യങ്ങളാണ്. ഇതാണ് യഥാർത്ഥ ഭക്തി. ബാഹ്യ മനുഷ്യൻ നമ്മളെല്ലാം കൊടുക്കുന്നു, ആരോഗ്യം സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യം നശിപ്പിക്കുന്നു. നമ്മൾ ലോകസുഖങ്ങൾക്ക് വേണ്ടി ആരോഗ്യം നശിപ്പിക്കുന്നു. മദ്യം, മയക്കുമരുന്ന്, വ്യഭിചാരം, കൊലപാതകം, സന്തോഷത്തിന് വേണ്ടി, ലോക സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നു. എക്സസൈസ്, ജിം, നല്ല ഭക്ഷണം. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, ആന്തരിക മനുഷ്യനെ സംരക്ഷിക്കുന്നുണ്ടോ? ആന്തരിക മനുഷ്യൻ്റെ ആരോഗ്യം നമ്മൾ ശക്തിപ്പെടുന്നുണ്ടോ? പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അതിന് കൊടുക്കേണ്ട ഭക്ഷണമാണ് പ്രാർത്ഥന. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടാലേ നിന്റെ ബാഹ്യ മനുഷ്യൻ ശക്തിപ്പെടും. ലോകത്ത് നീ വിജയമായിട്ട് മാറും. ഉള്ളിലാണ് ഭംഗി വേണ്ടത്, ഉള്ളിലെ സൗന്ദര്യമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് സ്നേഹിക്കുന്ന നമ്മുടെ ബാഹ്യ മനുഷ്യനെ അല്ല, ആന്തരിക വ്യക്തിത്വത്തെയാണ്. മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും ഉള്ളിൻ്റെ ഉള്ള. അവിടെ അഴക് വേണം, അവിടെ സൗന്ദര്യം വേണം. അവിടെ അഴകുള്ളവർ വിധിക്കുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല, പരദൂഷണം പറയുകയില്ല, അശ്ലീലം സംസാരിക്കുകയില്ല, മ്ലേച്ഛ ചിന്തകൾ പോലും ഉണ്ടാവുകയില്ല. ഇവിടേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മൾ അനുദിനം പ്രാർത്ഥിച്ച് ശക്തിപ്പെടേണ്ട ഇവിടെയാണ്. ഉള്ളം നന്നാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ത്യാഗമെടുക്കണം. നമ്മൾ ഇതറിഞ്ഞു പൗലോസ് ശ്ലീഹ ശിഷ്യനാണ്, പ്രാർത്ഥിക്കുകയാണ്. ബലഹീനനാ ഞാൻ, ബലഹീനനാ, ബലഹീനനാ ഞാൻ, ബലഹീനനാ. യേശുവേ നീ എന്നിൽ ബലമാകണേ, യേശുവേ നീ എന്നിൽ ബലമാകണേ. ആന്തരിക വ്യക്തിത്വത്തിൽ എളിമ വേണം. എളിമപ്പെടുകയല്ല, എളിമ നിറയുകയാണ്. എളിമ നമ്മളെ ഭരിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അഭിനയമായിട്ട് മാറും. ഈ ചെയ്യുന്നെല്ലാം ബാഹ്യ മനുഷ്യനോടെ ആയി മാറും. ആന്തരിക വ്യക്തിത്വത്തിന് ഒരു കഴിവും ഇല്ല, നമ്മളൊന്നും കൊടുക്കുന്നില്ല, ഗ്രഹിണി പിടിച്ചിരിക്കുകയാണ്. ആന്തരിക മനുഷ്യൻ എളിമ നിറയണം, ശക്തിപ്പെടണം. അപ്പോൾ ബാഹ്യ മനുഷ്യൻ ആത്മീയമായി ശക്തിപ്പെടും. ലോകത്ത് നീ വിജയം കാണും, വിജയം വരിക്കും. പോകുന്ന ഇടങ്ങളിലൊക്കെ അഭിഷേകം നിറയും. ഇതുപോലെ ആകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. വിളിക്കുകയാണ്. ആമേൻ.